തെമ്മാടികളും മടിയന്മാരുമായ രണ്ട് കുരങ്ങന്മാരുടെ കഥ ഞാൻ പറഞ്ഞു തരാം. കാറ്റാടി ദേശത്ത് തെമ്മാടികളും മടിയന്മാരുമായ രണ്ട് കുരങ്ങന്മാരുണ്ടായിരുന്നു. ഇവനാണ് ചന്തുക്കുരങ്ങൻ, ഇവൻ ചിമ്പുക്കുരങ്ങൻ. ഇവരുടെ പ്രധാന ജോലി അന്യരുടെ വാഴക്കുല മോഷ്ടിക്കുക, തെങ്ങിൽ കയറി തേങ്ങയിടുക, അങ്ങനെ തൊഴിലൊന്നും ചെയ്യാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ശല്യമായി അവർ ജീവിച്ചു പോന്നു. ഇവരെ ഒന്ന് നന്നാക്കാൻ എന്താ വഴിയെന്ന് ചിന്തിച്ചുപോയി അവരുടെ രക്ഷിതാക്കൾ. എടി ഭാര്യയെ, ആ പിള്ളേരിങ്ങനെ പോയാ വല്ല കള്ളന്മാരായി പോലീസും പിടിച്ച് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഞാൻ ഉപദേശിച്ച് തോറ്റു മനുഷ്യ. ഈശ്വരന് എന്തെങ്കിലും ഒരു പോംവഴി കാണിക്കാതിരിക്കില്ല. അവസാനം ചന്തുക്കുരങ്ങന്റെയും ചിമ്പുക്കുരങ്ങന്റെയും മാതാപിതാക്കൾ ഒരു ഉപായം കണ്ടെത്തി. ഒരു ദിവസം കുട്ടിക്കുരങ്ങന്മാരുടെ അച്ഛൻ രണ്ട് മടിയന്മാരെയും അരികിൽ വിളിച്ചു നിർത്തി പറഞ്ഞു, മക്കളെ, അച്ഛനും അമ്മയും ഒരു യാത്ര പോവുക. ഇനി കുറച്ചു കാലം കഴിഞ്ഞേ തിരിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾക്കിനി ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ എടുത്ത് സുഖമായി ജീവിക്കാം. പിന്നെ ഞാൻ നമ്മുടെ പാടത്ത് കുഴിച്ചിട്ടിരിക്കുന്ന നിധി എന്നെങ്കിലും നിങ്ങൾക്ക് ഉപകരിക്കും. സൂക്ഷിക്കണേ മക്കളെ, നിങ്ങൾക്ക് നല്ലത് വരും. മടിയന്മാരായ ചന്തുവിനും ചിമ്പുവിനും സന്തോഷമായി. ഇനി സ്ഥലവും വീടുമെല്ലാം അവർക്കെന്ന് കരുതി സന്തോഷത്തോടെ തുള്ളിച്ചാടി. ഹായ്, ഇതിലും വലിയൊരു ഭാഗ്യം ജീവിതത്തിന് കിട്ടാനില്ല. ആഹാ, ഞാൻ ഇനിയാ സുഖിക്കാൻ പോണത്. അപ്പോഴാണ് അവർ അച്ഛൻ പറഞ്ഞ ആ നിധിയെക്കുറിച്ച് ഓർമ്മിച്ചത്. എടാ ചന്തു, ആ പാടത്തെന്തോ നിധി ഉണ്ടെന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അതെ, നമുക്ക് അതും കൂടി പോയങ്ങ് എടുത്താലോ? അങ്ങനെ രാത്രിക്ക് രാത്രി തന്നെ രണ്ടുപേരും പിക്കാസും മൺവെട്ടിയും ഒക്കെയായി പാടത്ത് ചെന്ന് കിളയ്ക്കാൻ തുടങ്ങി. നേരം പുലർന്ന് കോഴി കൂവിയിട്ടും അവർ കിളയ്ക്കൽ നിർത്തിയില്ല. അങ്ങനെ മണ്ണായ മണ്ണൊക്കെ അവർ ഉഴുതു മറിച്ചു. അവസാനം സൂര്യൻ തലയ്ക്കു മുകളിൽ വരുന്നതുവരെ അവർ അധ്വാനിച്ചു. വെള്ളം പോലും കുടിക്കാതെ അവർ രണ്ടുപേരും കഠിനമായി അധ്വാനിച്ചു. ഒടുവിൽ അവർ ക്ഷീണിച്ച് ഒരു തെങ്ങിന്റെ ചുവട്ടിൽ തളർന്നിരുന്നു പോയി. എടാ ചിമ്പു, അനിയ, അച്ഛൻ വെറുതെ പറഞ്ഞതാകുമോടാ? പക്ഷേ അമ്മ നുണ പറയൂ? ആഹാ, നീയാ പറഞ്ഞത് രാത്രി തന്നെ ഇവിടെ കിളയ്ക്കാൻ. എന്റെ എല്ലാം ഒടിഞ്ഞു. നീയല്ലേ കൊതിയോട് ഇങ്ങോട്ട് ഓടിയത്? അങ്ങനെ രണ്ടുപേരും പരസ്പരം വഴക്കടിക്കുന്നതിനിടയിൽ അപ്പുറത്തെ പാടത്ത് പണിയെടുത്ത് വിളവെടുക്കുന്ന കരടിച്ചേട്ടനെ കണ്ടു. അല്ല നിയ, അച്ഛൻ പറഞ്ഞ ആ നിധി ഒരുപക്ഷെ ആ കരടിച്ചേട്ടൻ ചെയ്യുന്ന പോലെ ഇവിടെ കിളച്ചു മറിച്ച് വിത്ത് വിതച്ച് വിളവെടുക്കുന്ന പൊന്നരി ആയിരിക്കൂ? ശരിയായിരിക്കുമോ ചേട്ടായി? ആ കരടിച്ചേട്ടന്റെ മുഖത്ത് അധ്വാനിച്ച് വിളവെടുക്കുന്നതിന്റെ ഒരു സന്തോഷം കാണുന്നുണ്ട്. നമുക്കിവിടെ കുറച്ച് വിത്ത് വിതച്ചാലോ? ചേട്ടായി പറഞ്ഞതാ ശരി. വാ, നമുക്ക് കുറച്ച് വിത്ത് വിതയ്ക്കാം. അങ്ങനെ രണ്ടുപേരും തങ്ങൾ കിളച്ചു മറിച്ച പാടത്ത് വിത്ത് വിതയ്ക്കുകയും കള പറിക്കുകയും വെള്ളമൊഴിക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് ശേഷം പാടത്ത് വിളഞ്ഞു നിൽക്കുന്ന നെൽച്ചെടികൾ കണ്ട് അവർ തുള്ളിച്ചാടി. ആഹാ, ഇത് തന്നെയാ അച്ഛൻ പറഞ്ഞ നമുക്കായി കരുതി വെച്ച നിധി, അല്ലേ ചിമ്പു? അതെ അതെ ചന്തു, അധ്വാനിച്ചുണ്ടാക്കുന്നത് തന്നെയാ യഥാർത്ഥ നിധി. പിന്നീട് ഒരിക്കലും അവർ അന്യരുടെ മുതൽ ആഗ്രഹിച്ചിട്ടില്ല. അച്ഛനമ്മമാരുടെ വഴക്കും കേൾക്കേണ്ടി വന്നിട്ടില്ല. സന്തോഷവാന്മാരായി ഒരുപാട് കാലം അവരങ്ങനെ ജീവിച്ചു. അയ്യേ, എനിക്ക് ആകെ ഉണ്ടായിരുന്ന അധ്വാനം തിന്നാന്ന് മാത്രമായിരുന്നു. ഇപ്പഴാ യഥാർത്ഥ അധ്വാനത്തിന്റെ ഗുണം മനസ്സിലായത്. ഞാൻ നാളെ മുതലേ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണികളെല്ലാം പിഗ്ഗി ബാങ്കിൽ സൂക്ഷിച്ചു വെക്കും. വലുതാവുമ്പോ ദൂരെ ഒരു നാട്ടില് വലിയൊരു പാടം വാങ്ങും. എന്നിട്ട് അവിടെ പൊന്നരി നിധി വിളയിക്കും. ഓ, നമുക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. എനിക്ക് എന്നിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോണ്ടിരിക്കുക. അമ്പിളി മാമ,
തനിക്ക് തന്നിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന എപ്പോഴാ? നല്ല ചോദ്യം. സ്വന്തം കഴിവ് മനസ്സിലാക്കാതെ മറ്റുള്ളവരിൽ അസൂയ പൂണ്ട് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. നിറപുലർന്നല്ല